ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് ഓൺ ആക്ഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചമ്മന്തിപ്പൊടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുഴുവൻ തേങ്ങയാണ് നമ്മൾ ചിരകി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ കഷ്ണം പുളി, മല്ലി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് മല്ലിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ കഷ്ണം പുളി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തണുക്കാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കുക്ക് ഓൺ ആക്ഷൻ സൈനിങ് ഔട്ട്.